ഡീ നെജു, നീ ഇത് റെഡിയായില്ലേ? കല്യാണത്തിന് പോവാൻ വേണ്ടി എന്റെ ചങ്ക കൂട്ടുകാരിൽ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ റെഡിയാവാൻ തുനിഞ്ഞിറങ്ങിയത് തന്നെ. ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം. അതുകൊണ്ട് തന്നെ 11 മണിയാവുമ്പോഴേക്കും ബസ് പുറപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിട്ടോ, ഞാൻ വന്നോളാം എന്നും പറഞ്ഞ് അവരെ യാത്രയാക്കി ഞാൻ റെഡിയാവാൻ തുടങ്ങി. അല്ല, ആരുടെ കല്യാണമെന്ന് പറഞ്ഞില്ല അല്ലേ? ബന്ധുക്കളുടേതൊന്നല്ല, ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ ഇത്താന്റെയാണ്. പോരാത്തതിന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മുടെ പുതുപ്പെണ്ണിന്റെ അനിയത്തി. അവൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോ പോകുന്നത് തന്നെ. പോയില്ലെങ്കിൽ അവള് പിണങ്ങും. ഒരിടത്തും ഞാൻ പോവാറില്ല, വേറൊന്നും കൊണ്ടല്ല. ആൾക്കൂട്ട് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. തനിച്ചിരിക്കാനാണ് എനിക്കേറെ ഇഷ്ടം എന്ന് കരുതി ഞാൻ പാവാണെന്ന് നിങ്ങൾ കരുതണ്ട. സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ വലിയ പാടാ. ഓരോന്ന് ആലോചിച്ച് കല്യാണ വീട്ടിലെത്തിയതറിഞ്ഞില്ല. എന്റെ ചങ്സിനെ തപ്പി നടക്കുന്നതിനിടയിലാണ് ആരോ എന്നെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നിയത്. ഞാൻ ഉടനെ തന്നെ തിരിഞ്ഞു നോക്കി. റബ്ബേ, 4-5 ചെക്കന്മാർ. പെട്ടെന്നവരെ കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചെങ്കിലും അവരൊന്ന് പുഞ്ചിരിച്ച് കാണിച്ചപ്പോൾ ഞാനും തിരിച്ചങ്ങോട്ടൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. പിന്നെ വേഗം അവിടുന്ന് സ്കൂട്ടായി. അതിന് കാശൊന്നും ചെലവില്ലല്ലോ. ആ നാഫി, അവിടെ നിൽക്കടി, ഞാനുണ്ട്. ഞങ്ങൾ 4 പേരാണുള്ളത്. ഞാനും നാഫിയും റജിലയും പിന്നെ എന്റെ കസിൻ സിസ്റ്ററായ സനയും. ഞങ്ങളങ്ങനെ ബസ്സിലേക്ക് കയറാൻ പോകുമ്പോഴാണ് നേരത്തെ കണ്ട ആൺപട അവിടെ വായി നോക്കി നിൽക്കുന്നത്. ഞാൻ അവരെ കണ്ട ഭാവം നടിച്ചില്ല. അവര് ഞങ്ങൾ നോക്കി ചിരിക്കുന്നുണ്ടെന്ന് സന പറഞ്ഞപ്പോഴാണ് എല്ലാവരും അവരെ ശ്രദ്ധിച്ചത്. ദേ, വീണ്ടും ചിരി. ഞാൻ പിന്നെ ചിരിക്കാൻ നിന്നില്ല. നേരത്തെ ഒരു ചിരി കൊടുത്താണ്. ഇനിയും കൊടുത്താൽ എന്റെ സ്റ്റോക്ക് തീരും. ഞാനൊന്നും മൈൻഡാക്കാതെ ബസ്സിൽ കയറിയിരുന്നു. 1.5 മണിക്കൂറോളം ദൂരമുണ്ട് ഓഡിറ്റോറിയത്തിലേക്ക്. ചെക്കന്റെ വീടിനടുത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് പാർട്ടി ഒരുക്കിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. യാത്രാക്ഷീണമൊക്കെ മാറ്റാൻ നല്ല കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് അവിടെ പാട്ടും കേട്ടിരുന്നു. അപ്പോഴാണ് ഫുഡ് കഴിക്കാൻ വിളിച്ചത്. ഞങ്ങൾ 4 ആൾക്കാരും കൂടി ഒരു ടേബിളിന് ചുറ്റുമിരുന്നു. ഇടയ്ക്കെപ്പോഴോ ആ ചെക്കന്മാരെന്നെ നോക്കുന്നത് കണ്ടു. ഞങ്ങളിൽ ആരാണ് നോക്കുന്നതെന്ന് വ്യക്തമായില്ല. ഇനിയും സമയമുണ്ടല്ലോ, കണ്ടുപിടിക്കാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വന്ന് ചെയറിലിരുന്നു. അപ്പോഴാണ് എന്റെ ഫ്രണ്ട്സൊക്കെ സ്വീറ്റ്സ് തിന്നുന്നത് കണ്ടത്. എനിക്ക് മാത്രം കിട്ടിയില്ല. ചെക്കന്റെയും പെണ്ണിന്റെയും ഫോട്ടോ ഒട്ടിച്ചുള്ള ചെറിയൊരു കാർഡ് പിൻ ചെയ്തിട്ടാണ് മിഠായി ഉണ്ടായിരുന്നത്. എനിക്ക് ആ കാർഡും കിട്ടിയില്ല. പഹയർ എന്നെ കൂട്ടാതെ കഴിക്കുകയും ചെയ്തു. ഞാനങ്ങനെ മൊഞ്ചും പിടിച്ചിരിക്കുമ്പോഴാണ് ഒരു ചെറിയ പെൺകുട്ടി വന്ന് എന്റെ തൊട്ടടുത്തിരിക്കുന്ന നാഫിയുടെ കയ്യിൽ ആ കാർഡ് കൊടുത്തിട്ട് പോയത്. അതിൽ പിൻ ചെയ്തിട്ട് മിഠായും ഉണ്ടായിരുന്നു. ഞാനത് കാണേണ്ട താമസം. അവിടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത് മിഠായും വായിലാക്കി. ആ കാർഡ് താഴേക്ക് ചാടി. കാർഡിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. ഞാൻ നേരിട്ട് തന്നെ ചെക്കനെയും പെണ്ണിനെയും കാണുന്നുണ്ട്. കാർഡ് മറിഞ്ഞു വീഴപ്പോഴാണ് അതിന്റെ പിറകിൽ എന്തോ എഴുതിയത് നാഫിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവളുടനെ അതെടുത്ത് വായിക്കാൻ തുടങ്ങി. എന്റെ പച്ചക്കിളിക്ക് ദയവായിട്ടൊന്ന് പുറകോട്ട് നോക്കുമോ? ഇതെന്റെ നമ്പരാണ്. മൊഞ്ചത്തിക്കുട്ടി ഇതിലേക്ക് വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വായിച്ചു കഴിഞ്ഞതും എന്റെ വായിലിട്ട മിഠായി തൊണ്ടയിൽ കുടുങ്ങിയ പോലെ. റബ്ബേ, ഞാനാണല്ലോ പച്ചക്കളർ ഡ്രസ് ഇട്ടത്. അപ്പോ അവരുദ്ദേശിച്ച് എന്നെ ആയിരിക്കുമോ? ഞാൻ മറ്റു 3 പേരെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ ഡ്രസ്സിനൊന്നും ഒരു പച്ച പുള്ളി പോലും കാണാനില്ല. എഴുത്തു വായിച്ചു കഴിഞ്ഞതും ആ 3 എണ്ണവും പിറകിലോട്ട് നോക്കിയിരുന്നു. നാഫി ആ കാർഡിന്റെ കയ്യിൽ തന്നിട്ട് കളിയാക്കാൻ തുടങ്ങി. ഡീ നജില, നിന്നെ വിളിക്കുന്നത്. ആ ഓറഞ്ച് ഷർട്ടിട്ടവരാണ് ചെക്കൻ. എന്ന് നോക്കിടി പെണ്ണെ, നല്ല മൊഞ്ചനാ. എങ്കിൽ നീ തന്നെ നോക്കിയിരുന്നോ, എനിക്കറിയാം കാണണ്ട. ദേഷ്യത്തോടെ അവൾക്കൊരു നുള്ളും കൊടുത്ത് ഞാൻ മിണ്ടാതിരുന്നു. പുറകിൽ നിന്ന് ഷൂവിളി കേൾക്കുന്നുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കാൻ പോയില്ല. അവസാനം ഗതിയിട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോയി. അവരൊന്നും കൂടെ വന്നിട്ടില്ല. ഞാൻ നേരെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ നിസ്സിയുടെ കൂടെ നിന്ന് കുറച്ച് സംസാരിച്ചു. അങ്ങനെ നിന്നപ്പോഴാണ് ഞങ്ങളെ ലക്ഷ്യമിട്ട് വരുന്ന മൊഞ്ചന്മാരെ കണ്ടത്. ഞാൻ ഒന്നും നോക്കാതെ നിസ്സിയോട് പിന്നെ കാണാമെന്ന് പറഞ്ഞ് വേറൊരു വഴിയിൽ കൂടി രക്ഷപ്പെട്ടു. എന്താണെന്നറിയില്ല, അവരെ കാണുമ്പോൾ കയ്യും കാലും വിറക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ഞാൻ വീണ്ടും എന്റെ ഫ്രണ്ട്സിന്റെ അരികിലെത്തി. കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് ആരോ പറയുന്ന കേട്ട് ആണുങ്ങളൊക്കെ പോയെന്ന്. അപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ഇനി അവറ്റകളുടെ ശല്യം സഹിക്കണ്ടല്ലോ. ഞാനും നാഫിമൊത്ത് ഓഡിറ്റോറിയമൊക്കെ ഒന്ന് ചുറ്റിക്കാണമെന്ന് വെച്ച് വെറുതെ നടന്നു. അപ്പോഴാണ് ഓൾക്കൊരു ഫോൺ വന്നത്. വേറെ ആരുമില്ല, ഓളുടെ ചെക്കൻ തന്നെ. അവർക്കിടയിൽ ഒരു കട്ടുറുമ്പാണ്ടെന്ന് കരുതി നമ്മൾ മെല്ലെ നടന്നു. വന്ന വഴിയേതെന്ന് എനിക്കൊരു എത്തുമ്പടിയും കിട്ടുന്നില്ല. പടച്ചോനെ, ഇനിയിപ്പോ ബാലരമയിൽ പരസ്യം കൊടുക്കേണ്ടി വരുമോ? വഴി കണ്ടുപിടിക്കാമെന്നും പറഞ്ഞ് ഞാൻ അന്തവും കുന്തവും തിരിയാൻ നടക്കുമ്പോഴാണ് ഒരു ഡോറ് കണ്ടത്. അതും ലക്ഷ്യമാക്കി നടന്നു നീങ്ങുമ്പോഴാണ് മുന്നിൽ 5 പയ്യന്മാർ. പടച്ചോനെ, ഞാൻ പെട്ടല്ലോ. ആണുങ്ങളൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ. ഇനിയിപ്പോ ഇവരൊന്നും പുരുഷഗണത്തിൽ പെടില്ലേ? എന്താ പച്ചക്കിളി, ഒറ്റയ്ക്ക് എങ്ങോട്ടാ? മുഖഭാവം കണ്ടിട്ട് നല്ല പേടിച്ച ലക്ഷണമുണ്ടല്ലോ. പേടിയാവുന്നുണ്ടെങ്കിൽ കൂട്ടിന് ഞാനും വരാട്ടോ. ഡോറിന് അവന്റെ ഒരു കൈകൊണ്ട് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവൻ എന്നോട് അത്രയും പറഞ്ഞപ്പോഴേക്കും എന്റെ ഇരു സൈഡിൽ 2 പേര് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുത്തൻ എന്നോട് സംസാരിച്ചവന്റെ തൊട്ടലിൽ പോയി നിന്നു. പിന്നെ ബാക്കിയുള്ളവർ മറ്റവന്റെ പിറകിലും. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്കൊരു സംരക്ഷണ വലയം തീർക്കായിരുന്നു എന്ന് പറയാം.
നേരത്തെ നാഫി പറഞ്ഞതനുസരിച്ച് ഞാൻ ആ ഓറഞ്ച് ഷർട്ട് ഇട്ടവനൊന്ന് നോക്കി. ആഹാ, കാണാൻ മൊഞ്ചനാണ്. അവനാണ് എന്നോട് സംസാരിച്ചതും. പക്ഷേ അതിനേക്കാൾ മൊഞ്ചൻ അവന്റെ കൂടെയുള്ളവനാണ്, അവന്റെ തോളോട് ചാരി നിൽക്കുന്ന ഫ്രീക്കൻ. എല്ലാവരുടെയും നടുവിൽ ഞാൻ മാത്രമായപ്പോൾ ഉള്ള ധൈര്യമൊക്കെ എങ്ങോ പോയി മറിഞ്ഞു. ഒന്ന് ഉറക്കെ ശബ്ദിച്ചാൽ പോലും ചിലപ്പോൾ ആരും കേട്ടില്ലെന്ന് വരാം. കാരണം താഴത്തെ നിലയിൽ അടിപൊളി പാട്ടും ഡാൻസ് അരങ്ങേറുന്ന കോലാഹലം നന്നായിട്ട് കേൾക്കാം. എന്താ പച്ചക്കിളിയുടെ പേര്? അവൻ എന്റെ നേരെ നോക്കിയാൽ ചോദിച്ചപ്പോൾ ഞാൻ ചിന്തയിൽ നിന്നുണർന്നു. പ്ലീസ്, എനിക്കൊന്ന് വഴിമാറി തരുമോ? അവന്റെ ചോദ്യത്തിനൊരു ഉത്തരം പറയാതെ ഞാൻ എന്റെ ദയനീയാവസ്ഥ അവർക്ക് മുന്നിൽ വാക്കുകളായി നിർത്തി. ഓ, അതിനെന്താ, എന്താ പച്ചക്കിളി പോയിക്കോളൂ. അതും പറഞ്ഞവൻ ഡോറിന് തടസ്സം വെച്ച കൈമാറ്റി. ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ വാതിലിനടുത്തേക്ക് പോയപ്പോഴേക്കും അവൻ വീണ്ടും തടസ്സമായി നിന്നു. ഞാനും അവനും തമ്മിൽ തൊട്ടില്ലെന്ന മട്ടിലായിരുന്നു നിൽപ്പ്. പെട്ടെന്ന് ഞാൻ പുറകോട്ട് മാറിയപ്പോൾ മറ്റൊരുത്തന്റെ ദേഹത്തു കൂടി പോയി മുട്ടി. ആകെ കൂടി എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. താൻ വഴിമാറുന്നുണ്ടോ? ദേഷ്യത്തോടെ ഞാൻ ചോദിച്ചതും എല്ലാവരും കൂടി എന്നെ നോക്കി പരിഹാസിരി പാസാക്കി. വഴിമാറിത്തരാം, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. ഞാൻ തന്ന നമ്പറിൽ നീ വിളിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് അനങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. അതും പറഞ്ഞവൻ എന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ വീണ്ടും ആ നിൽപ്പ് തുടർന്നു. നിന്റെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? തനിക്ക് പ്രേമിക്കാൻ എത്ര മൊഞ്ചത്തികൾ കിട്ടും? എന്നെ പ്രേമിക്കേണ്ട ഗതികളൊന്നും തനിക്കില്ലടോ. ചെറിയൊരു അടവ് പ്രയോഗിച്ചതായിരുന്നു ഞാൻ. പക്ഷേ അതിനേക്കാൾ വലിയ പുള്ളിയാണ് അവനെന്ന് മനസ്സിലായത് അവന്റെ മറുപടിയിൽ നിന്നാണ്. അല്ല, മൂന്നാളുണ്ടെന്നല്ലേ പറഞ്ഞത്? മൂന്നാമനെ